നമസ്കാരം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്താകട്ടെ ആക്രമണങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ തന്നെ റഷ്യ മറുപടി പറയുകയാണ്. മാസങ്ങളായി ഉക്രൈൻ റഷ്യ കേന്ദ്രങ്ങൾ നടത്തുന്ന ഭീകര ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമാണ് ഈ സൈനിക നീക്കങ്ങളെന്ന് റഷ്യ ആവർത്തിച്ചുറപ്പിക്കുകയാണ്. തങ്ങൾ ഒരിക്കലും സാധാരണക്കാരെ ലക്ഷ്യമിടുന്നില്ലെന്നും സൈനികവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും റഷ്യ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഉക്രൈന്റെ തന്ത്രപ്രധാനമായ സൈനിക ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ് റഷ്യൻ സൈന്യം. ഊർജ കേന്ദ്രങ്ങൾ, റെയിൽവേ ഗതാഗത കേന്ദ്രങ്ങൾ, സൈനിക വെയർ ഹൗസുകൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ഈ വലിയ ആക്രമണം ഉക്രൈനിലെ പല പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സത്തിനും ഗതാഗത കുരുക്കിനും കാരണമായതായും പ്രാദേശിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഗ്രോസ്നയിലെ സിവിലിയൻ കേന്ദ്രത്തിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് റഷ്യയുടെ പ്രത്യാക്രമണം. ചേച്ചൻ നേതാവ് റംസാൻ ഹാദിറോവ് ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. ഉക്രൈൻ ഫാസിസ്റ്റുകൾക്ക് ഞങ്ങളുടെ കഠിനമായ പ്രതികരണം അനുഭവപ്പെടും എന്നാണ് അദ്ദേഹം പ്രതിജ്ഞ എടുത്തത്. ഖാദിറോവ് റഷ്യയുടെ തന്ത്രം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ അവരെ പോലെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ഭീരുത്വത്തോടെ ആക്രമണം നടത്തില്ല. ഉക്രൈൻ നാസികളുടെ സൈനിക ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാകും ഞങ്ങൾ ആക്രമണങ്ങൾ നടത്തുന്നത്. ഉക്രൈൻ സിവിലിയൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കുമ്പോൾ റഷ്യ സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന വാദമാണ് കാദിറോയിലൂടെ റഷ്യ ഉയർത്തുന്ന പക്ഷം. ആക്രമണങ്ങൾ ഉക്രൈന്റെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഉക്രൈന്റെ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ മേധാവി നിക്കോളാസ് കലാഷി 3 പേർക്ക് പരിക്കേറ്റതായും 3 പേർക്ക് പരിക്കേറ്റതായും ആക്രമണം സ്ഥിരീകരിച്ചു. ഉക്രൈൻ തലസ്ഥാനത്തിന് ഏകദേശം 70 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറുള്ള ഫാസ്റ്റോവിലെ റെയിൽ ഇൻഫ്രാസ്ട്രക്ചറിനു നേരെയും ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടതായും ഉക്രൈന്റെ സ്റ്റേറ്റ് റെയിൽവേ ഓപ്പറേറ്റർ വ്യക്തമാക്കി. സൈനിക ഉപകരണങ്ങൾ നീക്കുന്നതിൽ റെയിൽവേയുടെ പങ്ക് പ്രധാനമായതിനാൽ ഈ ആക്രമണം ഉക്രൈന്റെ സൈനിക നീക്കങ്ങൾക്ക് തടസ്സമുണ്ടായേക്കും. ഉക്രൈന് വടക്കുള്ള നോവി പെസ്ട്രോവിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് 5500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു വെയർ ഹൗസ് കെട്ടിടത്തിന് തീപിടിച്ചു. ഇത് സൈനിക ആവശ്യങ്ങൾക്കുള്ള സംഭരണ കേന്ദ്രമാക്കണമെന്ന സൂചനയുമുണ്ട്. ഉക്രൈന്റെ ഊർജ മന്ത്രാലയം ആക്രമണങ്ങൾ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും സ്ഥിരീകരിച്ചു. ഒഡെസ, ചെർണിഗോവ്, കീവ്, കാർഗോവ്, നിക്കോള മേഖലയിൽ വൈദ്യുതി തടസ്സങ്ങൾ ഒഡെസ, ചെർണിഗോവ്, കീവ് എന്നീ മേഖലകളിൽ വൈദ്യുതി തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉക്രൈനിലെ എല്ലാ പ്രദേശങ്ങളിലും മണിക്കൂർ ദൈർഘ്യമുള്ള തടസ്സ ഷെഡ്യൂളുകൾ പ്രാബല്യത്തിൽ വന്നതായും മന്ത്രാലയം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ക്രീവോയ് റോഗിനടുത്തുള്ള സെലൻസ്നോഡോവിന്റെ മേയർ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കീവ് റോഷ്കയിലെ തെർമൽ പവർ പ്ലാന്റിന് ആതിഥേയത്വം വഹിക്കുന്ന ഈ നഗരത്തിലെ ഊർജ നിലയങ്ങളാണ് ലക്ഷ്യമിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലുട്സ്കിലെ ഒരു ഭക്ഷ്യ വിതരണ ഡിപ്പോയിൽ തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. യുദ്ധരംഗത്ത് ഉക്രൈൻ സൈന്യത്തിന്റെ വിതരണ ശൃംഖലയെ തകർക്കുക എന്ന റഷ്യയുടെ തന്ത്രപരമായ നീക്കത്തെയാണ് ഈ ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്. മാസങ്ങളായി റഷ്യൻ സൈന്യം ഉക്രൈനിലെ സൈനികവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയാണ്. ഈ നീക്കങ്ങൾ ഉക്രൈൻ റഷ്യയിൽ നടത്തുന്ന ഭീകര ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമാണെന്നും യുദ്ധകളത്തിൽ ഉക്രൈൻ സൈന്യത്തിന്റെ ശേഷി കുറയ്ക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യമെന്നതും വ്യക്തമാണ്. ഊർജം, റെയിൽവേ, വെയർഹൌസിംഗ് തുടങ്ങിയ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ പ്രഹരം ഉക്രൈൻ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുകയും റഷ്യയുടെ സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യും.